നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. പൂയ നക്ഷത്രം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 8 നക്ഷത്രങ്ങൾ വാൽക്കണ്ണാടി പോലെ കാണപ്പെടുന്ന ഒരു സമൂഹമായിട്ടാണ് പൂയ നക്ഷത്രത്തെ നമ്മൾ പറയപ്പെടുന്നത്. പൂയ നക്ഷത്രം കർക്കിടക കുറിപ്പെട്ടാണ്. കർക്കിടകത്തിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത്. ഇവർക്ക് പൊതുവെ 2026 കുറച്ച് ഗുണങ്ങൾ കൂടിയൊരു വർഷമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ്. കാരണം ഇവർക്ക് 9ലാണ് ഇവർക്ക് ശനി നിൽക്കുന്നത്. അതൊക്കെ ഏറ്റവും നല്ല അവസ്ഥയാണ് പറയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർക്ക് വർഷം നമുക്ക് കുറച്ച് ചിലവുകൾ കൂടുന്നൊരു വർഷമായിട്ട് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കങ്ങളൊന്നും പറയപ്പെടുന്നില്ല. ഭൂസ്വത്തുക്കളോ വീട്ടു സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട് മുടിപിടിപ്പിക്കുക, വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും. പൊതുവെ സാമ്പത്തികപരമായിട്ട് വിഷമം കൂടാതെ പോകുന്ന അവസ്ഥ ഇവർക്ക് പറയാം. ഉന്നതരായിട്ടുള്ള വ്യക്തികളുമായിട്ട് വ്യക്തിബന്ധങ്ങളൊക്കെ ഇവർക്ക് പുലർത്താൻ സാധിക്കുന്നതായിരിക്കും. കുടുംബസുഖത്തിനും സമാധാനത്തിനുമായിട്ട് കുറച്ച് പരിശ്രമിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സഹോദരന്മാരിലെ സഹോദരിയായിട്ടൊക്കെ രമ്യതയിലാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പത്രപ്രവർത്തകർ അല്ലെങ്കിൽ സിനിമാ സീരിയൽ മേഖലയിൽ നിൽക്കുന്നവർക്കായാലും എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ കിട്ടുന്ന അവസ്ഥ പറയുന്നുണ്ട്. പുതിയ പദവികളൊക്കെ കൈവരാനുള്ള യോഗം കാണുന്നുണ്ട്. നഷ്ടത്തിലോടുന്ന എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഏറ്റെടുത്ത് അതിലൊക്കെ വിജയം കൈവരുത്താൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ശത്രുക്കളുമായിട്ട് രമ്യതയിലായാൽ പോലും അവരോട് ചേർന്ന് ബിസിനസ് ഈ ഒരു വർഷം തുടങ്ങാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ക്രയവിക്രയങ്ങളിൽ നിന്നും ആദായം ഉണ്ടാകുന്ന അവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. കൊച്ചു കലഹങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള അവസ്ഥ ഭാര്യയായിട്ട് ഒക്കെ കാണുന്നുണ്ട്. സന്താനങ്ങളുടെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ലോൺ എടുക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വീട്ടിലെ എന്തെങ്കിലുമൊക്കെ പൂജ മംഗള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗം കാണപ്പെടുന്നുണ്ട്. പിതാവിൻ്റെ ഹിതത്തിന് എതിരായിട്ടൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ മനസ്സിന് എപ്പോഴും ഒരു വ്യാകുലതകൾ ഉണ്ടാവുമെങ്കിലും കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു മനസ്സിൽ അല്ലെ ആ ഒരു വർത്തമാനം കൊണ്ട് ആ ഒരു അവസ്ഥയൊക്കെ മാറി കിട്ടുന്നതായിരിക്കും. നല്ല എന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ്സുകൾ തുടങ്ങാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. സർക്കാർ ജോലിയിൽ നിൽക്കുന്നവർക്കായാലും ഒരു സ്ഥാനക്കയറ്റത്തിനുള്ളൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ബിസിനസ്സിൽ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും പിന്നീട് ഇവർക്ക് ലാഭങ്ങളുണ്ടാവും. അതായത് വർഷ അവസാനം കുറച്ച് ആദായം കൂടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നല്ലൊരു വർഷമായിട്ട് പറയുന്നുണ്ട്. നിയമലംഘനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിയമലംഘനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസരം, അത് മുഖേന എന്തെങ്കിലും ശിക്ഷ അവിടെയൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പറയപ്പെടുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഇവർക്ക് എപ്പോഴും ഉണ്ടായി എന്ന് വരാം. ഇടയിൽ കയറി ആരോടും സംസാരിക്കാതിരിക്കുക, അത് മുഖേന ശത്രുക്കൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തെ പൗരത്വം കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. വീട്ടിലെ എല്ലാവിധ കാര്യങ്ങളിലും ഇവരുടെ ഒരു നേതൃത്വം ഇവർക്കുണ്ടായിരിക്കും. വീട്ടിലെ വിവാഹം, ചോറൂണം തുടങ്ങിയ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ ജാതകന് പൊതുവെ നല്ലൊരു സമയമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് ഈ രാത്രി യാത്രകൾ, സാഹസ പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നത് നന്നായിരിക്കും. പല കാര്യങ്ങളെപ്പറ്റിയും ചിന്തിച്ച് മനസ്സ് ഇങ്ങനെ വ്യാകുലപ്പെടുന്ന അവസ്ഥ വർഷാന്ത്യത്തിൽ കാണുന്നുണ്ട്. എങ്കിലും നമുക്ക് വിവാഹ ആലോചനയൊക്കെ നടക്കുന്നവർക്കായാലും നല്ല വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹോദരൻ അല്ലെ സഹോദരിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ജോലി സസ്പെൻഷനായിട്ട് നിൽക്കുന്നവർക്ക് തിരിച്ചു കയറാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ദൈവാനുകൂല്യത്തിനായിട്ട് കഠിനമായിട്ട് പ്രവർത്തിക്കേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പൂയ നക്ഷത്രക്കാർക്ക് പറയാവുന്നതാണ്. ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇവരെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും പ്രായണ കുഴപ്പമില്ലാത്ത അവസ്ഥ പറയാവുന്നതാണ്. അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരു മനോഭാവം മാറ്റണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഭാര്യയോട് സംശയദൃഷ്ടിയോടെ പെരുമാറുന്നത് മാറ്റണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും ഒരു വാക്കിൽ ഒരു മിതത്വം പാലിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. യാത്രകൾ സുഖകരവും ഫലപ്രദവുമായി തീരാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. വരവിലും കഴിഞ്ഞ് ചിലവ് ഉണ്ടാകുന്നൊരു വിഷമം ഇവർക്ക് പ്രായണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭാര്യ സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഉദരസംബന്ധമായ ചെറിയ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിവാസം കാണുന്നുണ്ട്. എങ്കിലും ഇവർക്ക് സമ്മിശ്രഫലം ഒരു പടി കൂടുതൽ ഗുണങ്ങളെ തന്നെ ഇവർക്ക് പറയാനുള്ളൂ.